കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം വയനാട്ടിൽ കോൺഗ്രസിന്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു. വലിയ ഉന്നത ലക്ഷ്യങ്ങളിലെത്താൻ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്യാമ്പ് നടത്തിയത്. അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് അനുകൂലമായ ഒരു പരിതസ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം രണ്ട് ഘട്ടങ്ങളിലായിട്ട് 10 വർഷത്തെ CPM ഭരണം അല്ലെങ്കിൽ ഇടത് വർഷ ഭരണത്തിന് അറുതി വരുത്താൻ ജനം തയ്യാറായിരിക്കുന്നു. സ്വാഭാവികമായും LDF പോയാൽ UDF അധികാരത്തിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കോൺഗ്രസ് CPM LDF ആണെങ്കിൽ ഏതാണ്ട് 60 സീറ്റുകളിലാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്ക് നിയമസഭാ മണ്ഡലങ്ങളിൽ മേധാവിത്വം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ 80 സീറ്റുകളിൽ 78 സീറ്റുകളിൽ UDFന് ലീഡുണ്ട്. ഈ ലീഡ് അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു വിഷയം. വേണമെങ്കിൽ അവർക്ക് ലീഡ് വർദ്ധിപ്പിക്കാനും കഴിയും. കോൺഗ്രസിന്റെ നേതൃത്വത്തിനകത്തിരിക്കുന്ന ആളുകൾ അവർ പരസ്പരം ചർച്ച ചെയ്ത് തങ്ങൾക്ക് 100 സീറ്റ് കിട്ടും എന്നുള്ളതാണ് അവർ അവകാശപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു കണക്കുകളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് മൈനോറിറ്റി കൺസോൾട്ടേഷൻ തങ്ങൾക്ക് അനുകൂലമായി വരും എന്നുള്ള അവരുടെ കണക്കൂട്ടൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ കോൺഗ്രസ് UDF നേതൃത്വം പറയുന്നത് മലപ്പുറം ജില്ലയിലെ 16 സീറ്റിൽ 16 സീറ്റും തങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും 14 സീറ്റിൽ 12 സീറ്റ് തങ്ങൾക്ക് കിട്ടും. അങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റിൽ 5 സീറ്റും തങ്ങൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ തന്നെ, അതേപോലെ തന്നെ മുസ്ലിം സ്വാധീനം കാര്യമായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലും തങ്ങൾക്ക് പൊതുവെ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രം എന്ന് അവകാശപ്പെടുന്ന കോഴിക്കോട് ജില്ലയിൽ തങ്ങളുടെ സീറ്റുകൾ വർദ്ധിക്കും. അങ്ങനെ മൈനോറിറ്റി കൺസോൾട്ടേഷൻ തങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ, മധ്യ തിരുവിതാംകൂറിലും ഒക്കെ ക്രിസ്ത്യൻ വോട്ടും, അതേപോലെ തന്നെ വടക്കൻ ജില്ലകളിൽ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലകളിലൊക്കെ വയനാട് മുസ്ലിം വോട്ടും തങ്ങൾക്ക് അനുകൂലമായി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിനനുസരിച്ചൊരു സ്ട്രാറ്റജിയാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലെ കുഴപ്പങ്ങളുണ്ടായ സമയത്ത് പെട്ടെന്ന് തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃത്വവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വവും ഇടപെട്ടത്. അവിടെ BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിച്ചിരുന്നത് കൊഗുലുവിലുള്ള ആളുകളൊക്കെ തന്നെ ബംഗ്ലാദേശികളാണ്. അപ്പം അവരെ നിയമപരമല്ലാതെ അവിടെ താമസിക്കുന്നതുകൊണ്ട് അവരെ അവിടുന്ന് കുടിയൊഴിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ ഒരു കുടിയൊഴിപ്പിക്കലിന്റെ എതിരായിട്ട് കേരളത്തിലെ CPM നേതൃത്വം പെട്ടെന്ന് ഇടപെടുകയായിരുന്നു. സാധാരണഗതിയിൽ കേരളത്തിലെ CPM നേതൃത്വത്തിന് ഇടപെടാനുള്ള ധാർമ്മികമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം അവിടെ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ടവരിൽ ആരും തന്നെ മലയാളികളായിട്ടുള്ള ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ നേതൃത്വവും CPM നേതൃത്വം ഇതിൽ ഇടപെടുന്നു. CPM ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് ഇടപെട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം CPMന് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു 10% വോട്ടെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ കേരളത്തിൽ ജയിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ കാര്യമാണ്. കാരണം മുമ്പ് മുസ്ലിം പോക്കറ്റുകളിൽ പോലും തങ്ങൾക്ക് സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞു എന്ന് LDFന് അറിയാം. അവർ പൊന്നാനിയിൽ അവർ ജയിച്ചിട്ടുണ്ട്. പൊന്നാനി പൊതുവെ CPM ജയിക്കുന്ന സ്ഥലമാണ്. അവർ തവനൂരിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു, താനൂരിൽ ജയിക്കാൻ കഴിഞ്ഞു, തിരൂരിൽ ജയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മുസ്ലിം പോക്കറ്റുകളിലൊക്കെ തന്നെ ജയിക്കാൻ CPMന് കഴിഞ്ഞത് മുസ്ലിങ്ങൾ നല്ലൊരു വിഭാഗം തങ്ങളുടെ കൂടെ നിന്നതുകൊണ്ടാണ്. അത് മാറ്റിയെടുക്കാൻ ഇപ്പോൾ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു മുസ്ലിം വോട്ട് അല്പമെങ്കിലും കേരളത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലേക്ക് CPMന്റെ നേതാക്കളെ റഹീമും അതുപോലെയുള്ള നേതാക്കളൊക്കെ തന്നെ അങ്ങോട്ട് ഓടിച്ചെന്നത്. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഉടൻ തന്നെ കോൺഗ്രസിന്റെയും CPM ലീഗിന്റെയും നേതാക്കൾ പോവുകയും DK ശിവകുമാർ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇവരെ ഒഴിപ്പിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്ന DK ശിവകുമാർ തന്നെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിന്റെ ഇടപെടലിനെ തുടർന്ന് അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഇത് വ്യക്തമാക്കുന്നത് കേരളത്തിലെ ഒരു പൊളിറ്റിക്സിൽ ഉള്ളൊരു ബാംഗ്ലൂരിലെ സംഭവത്തിന്റെ ഒരു സ്വാധീനമാണ്. അതായത് കേരളത്തിലെ മുസ്ലിം വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് CPMഉം ലീഗും തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്ത് തന്നെയായാലും തങ്ങൾക്ക് അധികാരം കിട്ടും, 100 സീറ്റ് എന്ന് തങ്ങൾ പുറത്തു പറയുന്നുണ്ടെങ്കിൽ പോലും തങ്ങൾക്കൊരു 70 സീറ്റിന് മുകളിൽ സുഖമായി ലഭിക്കും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നത്, UDF പ്രതീക്ഷിക്കുന്നത്. ഈ സമയത്താണ് ആരായിരിക്കും നേതൃത്വം, ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക എന്ന ചോദ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അലട്ടുന്നത്.
നേരത്തെ കോൺഗ്രസിൽ കാലാകാലങ്ങളായിട്ട് രണ്ട് ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കരുണാകരന്റെ ഗ്രൂപ്പും ആന്റണി ഗ്രൂപ്പും. കരുണാകരൻ ഗ്രൂപ്പും ആന്റണി ഗ്രൂപ്പും ഇപ്പൊ ഏതാണ്ട് നാമാവശേഷമായി എന്ന് പറയാം. ഇപ്പൊ പുതിയ ചില ഗ്രൂപ്പുകളാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഗ്രൂപ്പുകൾ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചതെങ്കിലും മറ്റു ചില ഗ്രൂപ്പുകളൊക്കെ രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പൊ രമേശ് ചെന്നിത്തല കരുണാകരന്റെ അനുയായിയായിട്ട് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. ആ ഗ്രൂപ്പിൽ വന്ന ആളാണ് KC വേണുഗോപാൽ. VD സതീശൻ മറ്റൊരു ഗ്രൂപ്പിലായിരുന്നു. ഇപ്പൊ എന്ത് തന്നെയായാലും ആ അന്നത്തെ ഗ്രൂപ്പ് മാറി പുതിയൊരു ഗ്രൂപ്പ് സമവാക്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിനെതിരെ നിശിതമായ പോരാട്ടമാണ്, അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ വിമർശനങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല അന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ കോൺഗ്രസിന് 2021 തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ പറ്റിയില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയമായിരുന്നു കോൺഗ്രസിന് ലഭിച്ചിരുന്നത്, UDF ലഭിച്ചിരുന്നത്. എന്നിട്ട് പോലും അവർക്ക് 2021 CPM അധികാരത്തിന് പുറത്തിറക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതോടുകൂടി രമേശ് ചെന്നിത്തലയെ മാറ്റിക്കൊണ്ട് VD സതീശനെ പ്രതിപക്ഷ നേതൃരംഗത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തിരുന്നത്. ചെന്നിത്തലയോട് അടുപ്പം നിൽക്കുന്ന പല MLA മാരും അവരെ ചെന്നിത്തലയെ കാല് മാറിയിട്ട് VD സതീശന്റെ കൂടെ പോകുമായിരുന്നു. അപ്പൊ അതുവരെ VD സതീശൻ ഒരു ശ്രദ്ധായമാനമായ ഒരു അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ പോലും, സഭയിലൊക്കെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമെങ്കിലും, നല്ല പ്രസംഗങ്ങളൊക്കെ നടത്തുമെങ്കിലും അത്ര വലിയൊരു നേതാവായിട്ട് ഉയർന്നു വന്നിരുന്നില്ല VD സതീശൻ. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് മാറുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ഈ രണ്ട് പേരാണ് ഇപ്പൊ കോൺഗ്രസിന്റെ നേതൃനിരയിൽ പ്രമുഖരായിട്ടുള്ളത്. പക്ഷെ ഇവരെക്കാൾ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ആള് KC വേണുഗോപാലാണ്. കാരണം KC വേണുഗോപാലാണ് ഇപ്പോൾ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത്. നേരത്തെ സോണിയാഗാന്ധിയെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് അഹമ്മദ് പട്ടേൽ ആയിരുന്നുവെങ്കിൽ അന്ന് സോണിയാഗാന്ധിയിൽ അഹമ്മദ് പട്ടേൽ ഉണ്ടായിരുന്ന സ്വാധീനമാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ മുകളിൽ ആർക്കുള്ളത്? KC വേണുഗോപാലിനുള്ളത്. അപ്പൊ KC വേണുഗോപാലാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഭരണാധികാരമില്ലാത്ത കോൺഗ്രസിലെ നേതാവിന്റെ ഏറ്റവും അടുത്ത അനുയായി എന്നതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം ആലോചിക്കുന്നത്, അതിനേക്കാൾ ഉപരി തനിക്ക് നല്ലത് ഭരണം കിട്ടുന്ന സമയത്ത് അത് കൊച്ചു സംസ്ഥാനമാണെങ്കിലും അതിന്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഡൽഹിയിൽ ഒരു പ്രതിപക്ഷത്തിന്റെ റോളിൽ ഇരിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ വിവിധ കോൺഗ്രസ് ഭരിക്കുന്ന 1-2 സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടെയൊക്കെ പോയി ഹിമാചൽ പ്രദേശിലാണെങ്കിലും അതുപോലെ തന്നെ കർണാടകത്തിലൊക്കെ പോയി കാര്യങ്ങൾ നടത്തുന്നതിന് പകരം അതിനേക്കാൾ നല്ല രീതിയിൽ തനിക്ക് ഒരു മുഖ്യമന്ത്രിയായി വിലസുന്നതാണ് നല്ലത് എന്ന് KC വേണുഗോപാലിന് അറിയാം. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പക്ഷെ കോൺഗ്രസ് എന്തെങ്കിലും രീതിയിൽ അധികാരം കിട്ടുകയാണെങ്കിൽ തൻ്റെതായ പവർ ഉപയോഗിച്ചുകൊണ്ട് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഈ അടുത്ത ദിവസം തന്നെ കോൺഗ്രസിന്റെ വേദി മറ്റേത് നേതാവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം KC വേണുഗോപാലിനാണ് കിട്ടിയത് എന്നാണ് മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്നത്. അപ്പൊ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം ആളാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്വന്തമായ ആളെ നമ്മൾ ഒരു പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് മാറിക്കൂടായികയില്ല എന്ന സ്ഥിതിയാണ് വരുന്നത്. പക്ഷേ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാലിനോട് വലിയ എതിർപ്പുകളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അകത്തുള്ളത്. കാരണം അഹമ്മദ് പട്ടേൽ സോണിയാഗാന്ധിയുടെ എങ്ങനെയാണോ സോണിയാഗാന്ധിയെ സഹായിച്ചിരുന്നത്, പക്ഷെ അതേപോലെ രാഹുൽ ഗാന്ധിയെ സഹായിക്കാൻ KC വേണുഗോപാലിന് കഴിയുന്നില്ല. കാരണം വിവിധ PCC നേതൃത്വങ്ങളായിട്ടൊക്കെ വേണുഗോപാലിന്റെ ബന്ധം വളരെ മോശമാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കളും KC വേണുഗോപാലിനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ KC വേണുഗോപാലിനെ കൂടുതലായി ആശ്രയിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് തന്നെ സ്ഥാനം നഷ്ടപ്പെടുമോ? കാരണം രാഹുൽ സ്ഥിരമായിട്ട് പരാജയപ്പെടുന്നു. രാഹുൽ മാറി പ്രിയങ്ക വന്നാൽ എന്താണെന്ന് ആലോചിക്കുന്ന ആളുകൾ വരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് KC വേണുഗോപാൽ ഒരു ക്ഷീണം സംഭവിക്കും. രാഹുൽ ഗാന്ധി മാറുകയാണെങ്കിൽ പ്രിയങ്കയുടെ കൂടെ മറ്റു ചില നേതാക്കന്മാരാണ് വരിക. അതിനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ തോതിൽ നമുക്കത് കാണാൻ കഴിയില്ല. എന്ത് തന്നെയായാലും KC വേണുഗോപാൽ ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസിൽ ശക്തനാണ്. അതുകൊണ്ട് ഈ നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അധികാരത്തിൽ നിന്ന് ഈ LDF-നെ പുറത്താക്കി UDF-നെ അധികാരത്തിലേക്ക് നയിക്കുന്നത് VD സതീശനാണ്. അതുകൊണ്ട് സ്വാഭാവികമായും VD സതീശനാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്ന് പറയുന്ന ആളുകൾ കൂടുതലുണ്ടാവും. പക്ഷേ ദീർഘകാലമായിട്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രമുഖ മുഖമായ രമേശ് ചെന്നിത്തല മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന, ദേശീയ തലത്തിലൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച അനുഭവമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായാലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലൊക്കെ ആയാലും കോൺഗ്രസിന്റെ ചുമതലക്കാരനായിരുന്ന രമേശ് ചെന്നിത്തല, ആ രമേശ് ചെന്നിത്തലയും ഒഴിവാക്കാൻ പറ്റില്ല. അതേ സമയത്ത് KC വേണുഗോപാലിനെയും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ എന്ത് തന്നെയായാലും കോൺഗ്രസിന് അധികാരം കിട്ടുകയാണെങ്കിൽ KC വേണുഗോപാൽ അവസാന നിമിഷം മുഖ്യമന്ത്രിയായി രംഗത്ത് വരും എന്നാണ് പലരും കരുതുന്നത്. കാരണം രമേശ് ചെന്നിത്തലയെ പോലെയോ VD സതീശനെ പോലെയോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ KC വേണുഗോപാൽ തയ്യാറാവില്ല.
ഒരുപക്ഷെ കോൺഗ്രസിന്റെ UDFന്റെ സീറ്റ് 60 65 അല്ലെ അതിൽ താഴുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അധികാരം പിടിച്ചെടുക്കാനൊന്നും അവർക്ക് കഴിയാത്തൊരവസ്ഥ വരുന്ന സമയത്ത് KC വേണുഗോപാൽ ഡൽഹിയിൽ തന്നെ ഇരിക്കും. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് UDFന് നല്ല സീറ്റ് കിട്ടുകയാണെങ്കിൽ, ഒരു 70-ന് മുകളിൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ, സ്വാഭാവികമായും ദേശീയ നേതൃത്വത്തിന് ആളെന്ന നിലയിൽ KC വേണുഗോപാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വരുമെന്നാണ് കോൺഗ്രസിലെ പലരും വിശ്വസിക്കുന്നത്.